ഈ അഭിമുഖത്തിനായിട്ട് UPSC ഇൻ്റർവ്യൂവിനായിട്ട് പരിശീലനം എടുക്കുമ്പോൾ കുറച്ച് മോഡൽ ഇൻ്റർവ്യൂസിന് നമ്മളെപ്പോഴും പോകാറുണ്ട്. അങ്ങനെ മോഡൽ ഇൻ്റർവ്യൂസിന് പോകുമ്പോൾ ഒരുവിധം എല്ലാ കുട്ടികളെയും പരിശീലിപ്പിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങളുടെ ജില്ലയിൽ നിങ്ങൾ ജില്ലാ കളക്ടറായാൽ എന്ത് പ്രശ്നത്തിനായിരിക്കും പരിഹാരം കണ്ടെത്തുക എന്നുള്ള ഒരു ചോദ്യം. വാട്ട് വുഡ് ബി യുവർ പ്രയോറിറ്റി ഏരിയാസ് ഇഫ് യു ബിക്കം ദ ഡിസ്ട്രിക്ട് കളക്ടർ എന്നുള്ള ഒരു ചോദ്യം. അപ്പോൾ ആ ചോദ്യത്തിനായിട്ട് ഞാനും തയ്യാറെടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് പോയപ്പോൾ എൻ്റെ ഭാഗ്യത്തിന് ആ ചോദ്യം എന്നോട് ചോദിക്കുകയും ചെയ്തു ഒരു ഇൻ്റർവ്യൂ. അപ്പോൾ ഞാൻ 3 കാര്യങ്ങളാണ് അന്ന് സൂചിപ്പിച്ചത്. അതിൽ ആദ്യത്തെ കാര്യം വേസ്റ്റ് മാനേജ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇന്നതിൽ ചെറിയ തോതിലെങ്കിലും സേവനം അനുഷ്ഠിക്കാൻ സാധിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് ഒരുപാട് ചാരിതാർത്ഥ്യമുണ്ട്. പക്ഷേ അതിൽ വേദനിപ്പിക്കുന്ന ഒരു കാര്യം, ഒരു പക്ഷേ ഇന്ന് ഞാനിപ്പോൾ 10 വർഷമായി സർവീസിൽ കയറിയിട്ട് ഇന്ന് സിവിൽ സർവീസിന് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കും ഒരു പക്ഷേ ഏറ്റവും വലിയ പ്രയോറിറ്റി ഏരിയ ഏതാണെന്ന് ചോദിച്ചാൽ ഇന്നും പറയുന്ന ഒരു മേഖല ഇത് തന്നെ ആയിരിക്കും. അപ്പോൾ ഇതൊരു നിരന്തരമായിട്ടുള്ള ഒരു യജ്ഞമാണ് മാലിന്യ സംസ്കരണം എന്നുള്ളത്. നമ്മളൊരു ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി എന്നുള്ളത് പോലെ നമുക്ക് ചെയ്ത് തീർത്ത് കഴിഞ്ഞ് അടുത്തതിലേക്ക് പോകാമെന്ന് ഒരിക്കലും നമുക്ക് പോകാൻ പറ്റില്ല. സോ there's a continuum of efforts both on the horizontal plane as well as on the vertical plane. ഖരമാലിന്യങ്ങളുടെയൊക്കെ സംസ്കരണത്തെ പറ്റിയാണ് കൂടുതൽ ചർച്ച ചെയ്യുന്നത്. ഇതിൻ്റെ ഭാഗമായി തന്നെ is it possible that it could be ESG reporting as per GRI standard, environment social governance reporting? അത് ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനും ഏതൊരു സ്ഥാപനത്തിനും ഇൻഫാക്ട് ഗേറ്റഡ് കമ്മ്യൂണിറ്റിക്ക് പോലും അത് നിർബന്ധമാക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ വന്നിട്ടുണ്ട്. വാട്ട് റോൾ ക്യാൻ ദ ഗവൺമെന്റ് ഡു ഇൻ ഇറ്റ്? ഇനിഷ്യേറ്റീവ് ഷുഡ് ബി ടേക്കൺ ഓൺ ദാറ്റ്. ESG റിപ്പോർട്ടിംഗ് ആസ് പെർ GRI സ്റ്റാൻഡേർഡ്സ്. 80കളിൽ ഉണ്ടായിരുന്ന ട്രിവാൻഡ്രം അല്ല ഇപ്പോൾ. അന്ന് ഇത്രത്തോളം ഫ്ലാറ്റ് സിസ്റ്റം ഗേറ്റഡ് കമ്മ്യൂണിറ്റി ഇല്ല. ഇന്ന് അതുപോലെയല്ല, എറണാകുളത്തിനെക്കാളും ബുദ്ധിമുട്ടിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈസ് ഫീക്കൽ സ്ലഡ്ജ് ട്രീറ്റ്മെന്റ് ക്യാൻ ഇറ്റ് ഓൾസോ സൊല്യൂഷൻ അങ്ങനെയാണ് പ്രൊജക്ട് ചെയ്തിരുന്നത്. ഇറ്റ് ബിക്കെയിം എ പെയിൻ ഏരിയ ഫോർ അസ് അല്ലേ. അപ്പോൾ ഒരു സൊല്യൂഷൻ പ്രോബ്ലം ആകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. ആൻഡ് വി ഹാഡ് ഓൾ ദിസ് ഡിസാസ്റ്റർ ലാസ്റ്റ് ഇയർ. ഐ എം വർക്കിംഗ് ഇൻ കോഗ്നിസൻറ്റ് ടെക്നോളജി സൊല്യൂഷൻസ് ഇൻഫോ പാർക്കിൽ. അപ്പോൾ ഈ രാത്രിയൊക്കെ ഇനി സ്മെല്ലാണ് മാഡം. അപ്പോൾ പക്ഷെ നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ദർ വാസ് സം സൊല്യൂഷൻ ഗോയിങ് ഓൺ. സാറിന്ന് പറഞ്ഞപ്പോഴാണ് ഐ വാസ് വണ്ടറിങ്, കുറച്ച് 2 മാസമായിട്ട് സ്മെല്ല് കുറവുണ്ടല്ലോ. അതിൻ്റെ കാരണം ഇപ്പോഴാണ് മനസ്സിലായത്. സോ ഹാപ്പി ടു ഹിയർ ദാറ്റ് മാം ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഡ്രൈവ് ചെയ്യാൻ വരുന്നു എന്നുള്ളത് ഭയങ്കര ഹോപ്പ്ഫുള്ളാണ് നമുക്ക്. പണ്ട് കൊച്ചി എത്തിയ ഡയലോഗ് തന്നെയാണ് ഓർമ്മ വരുന്നത്. അത് വളരെ വലിയ പ്രയോഗമായി മാറിയിരിക്കുകയാണ്. എന്തൊരു ദുരവസ്ഥയാണ് അത് അല്ലേ. പക്ഷേ ഇപ്പോൾ ഇറ്റ് ഇസ് വെരി ഹോപ്പ്ഫുൾ. മാം ഇസ് ഗോയിങ് ടു ഡ്രൈവ് ദാറ്റ് എന്ന് അറിഞ്ഞത്. അതിനോടനുബന്ധിച്ചൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഇന്നലെ വന്നതാണ് കാക്ക്. ഇന്നലെ ഇവിടുത്തെ എല്ലാ ചെറിയ ഷോപ്പുകളുടെ മുമ്പിലും ഒരു കൂനയാണ്. നമ്മൾ വെള്ളം വാങ്ങിക്കുന്നു, വെള്ളം ഇടുന്നു. അപ്പോൾ നമ്മൾ സിസ്റ്റേഴ്സാണ്. അപ്പോൾ നമ്മൾ ഇത് എവിടെ ഇടേണ്ടത്? ദർ വാസ് നോ വേസ്റ്റ് ബിൻ. ഇന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു വേദിയിൽ ജസ്റ്റ് വാണ്ടഡ് ടു ഇത് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്നിട്ട് കുറേ പേരുടെ വെള്ളമൊക്കെ എടുത്ത് നമ്മൾ തപ്പുമായിരുന്നു വേർ ഇറ്റ് ഹാസ് കൊണ്ടിടണം എന്ന് ആലോചിച്ചിട്ട്. സോ പ്രോബബ്ലി ജസ്റ്റ് പുട്ടിങ് ഫോർവേഡ് ദിസ്, ഇങ്ങനെ ഒരു വലിയ ടോക്ക് ഷോസും നമ്മൾ ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് വളരെ സീരിയസ് കുട്ടികളിലേക്ക് അത്ര എത്തുന്നില്ല. അപ്പൊ അത് കുട്ടികൾക്ക് പഠിക്കാനുള്ളൊരു മോഡ്യൂളായിട്ട് വരികയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. കുട്ടികളുടെ പഠിക്കാനുള്ള ആ ഒരു കരിക്കുലത്തിലേക്ക് എത്തിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. തീർച്ചയായിട്ടും. അപ്പം അതിൽ 2 ചോദ്യങ്ങളുടെ മറുപടി ഞാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് തരാം. ഒന്ന് മോള് അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ സയൻസ് ഫെയറിനാണെങ്കിൽ പോലും അതിന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ചെറിയ ചെറിയ മാന്ത്രിക പൊതികൾ എന്നുള്ളതുപോലെ മാലിന്യ സംസ്കരണത്തിൻ്റെ ഉള്ളിലുള്ള കുറേ പ്രക്രിയകളുണ്ട്. അപ്പോൾ അതൊക്കെ കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കുവാനും ഒപ്പം ആരോഗ്യകരമായിട്ടുള്ള ഒരു മത്സരം നമുക്ക് വിദ്യാലയങ്ങൾ തമ്മിൽ കൊണ്ടുവരാനുമുള്ള ഒരു ആശയം നമുക്കുണ്ട്. അപ്പോൾ ചെറിയൊരു ഗെയിം ആയിരിക്കും. ഇപ്പോൾ ഞങ്ങൾ KSWMP ചെയ്തിട്ടുള്ള ഒരു ചെറിയ കാര്യം, നമ്മളിപ്പോൾ ഒരു 20 സാധനങ്ങൾ ഇവിടെ കൊണ്ടുവച്ചാൽ അതെങ്ങനെയാണ് അത് വേർതിരിക്കേണ്ടത് എന്നുള്ളത് തന്നെ ശരിക്കും ഒരു സെഗ്രിഗേഷൻ ഗെയിമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പോൾ ഈ കണ്ണാടി എടുത്താൽ അത് ഏത് ബിന്നിലേക്കാണ് ഇടേണ്ടത് എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു കമ്മലെടുത്താൽ അത് ഏത് ബിന്നിലേക്കാണ് ഇടേണ്ടത്. മോഡ്യൂൾസ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് മാലിന്യ സംസ്കരണമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്നേക്ക് ആൻഡ് ലാഡർ ഗെയിം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഇപ്പോൾ നമ്മൾ ചെറിയ ചെറിയ തോതിൽ ഓരോ സ്ഥലത്തിൽ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ അതൊന്ന് സ്കെയിലപ്പ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് നമ്മുടെ തലത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ സർക്കാരിൻ്റെ തലത്തിൽ തീർച്ചയായിട്ടും അത് ഒരു പാഠ്യപദ്ധതി ആക്കാനുള്ള ഒരു ചർച്ച ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും തമ്മിൽ നടക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ശ്രദ്ധയിൽപ്പെടുത്താം.
രണ്ടാമത് താങ്കൾ പറഞ്ഞ ആരോഗ്യ പരിരക്ഷയുടെ കാര്യം ധനജയം സൂചിപ്പിച്ചതുപോലെ മറ്റ് ആനുകൂല്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ തീർച്ചയായിട്ടും പെടുത്താം. ഇവിടെ സൂചിപ്പിച്ച പോലെ ഇപ്പോൾ രണ്ടുമാകുമെന്ന് പറയുകയാണ്. താങ്കൾ പറഞ്ഞ ESGയുടെ കാര്യം, യെസ്, വിൽ ഡെഫിനറ്റ്ലി ടേക്ക് ഇറ്റ് അപ്പ്.